നമസ്കാരം. ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളുടെ ഹയർ സ്റ്റഡീസ് സാധ്യതകളെക്കുറിച്ചും അതേപോലെ തന്നെ അവരെ കാത്തിരിക്കുന്ന ജോലികളെക്കുറിച്ചും. എന്നാൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു ടോക്കുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് അവസരങ്ങൾ വളരെ കുറവാണ്, അതേപോലെ തന്നെ ഹയർ സ്റ്റഡീസ് സാധ്യതകൾ കുറവാണ്, ജോലി വളരെ കുറവാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ അറിയാത്തതാണ്. ഏകദേശം ഒരുപാട് സബ്ജക്റ്റുകൾ, 12ഓളം സബ്ജക്റ്റുകൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ കാത്തിരിക്കുന്ന ഒട്ടനവധി ജോലികളുമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു കുട്ടി അയാൾ ബിരുദം എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് BA സൈക്കോളജി, BA ആർക്കിയോളജി, BA ആന്ത്രോപോളജി, അതേപോലെ തന്നെ BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BA ജിയോഗ്രാഫി, BA ഇംഗ്ലീഷ്, BBA സോഷ്യോളജി, ക്രിമിനോളജി, BA മലയാളം. ഈ ഇത്രയും വിഷയങ്ങൾ ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പറയപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് അവരുടെ ബിരുദത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഓരോ സബ്ജക്റ്റിനെയും കാത്തിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് BA സൈക്കോളജി. മനഃശാസ്ത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെയായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും? നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, ഹെൽത്ത് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ സൈക്കാട്രിക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം, കരിയർ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം, കമ്മ്യൂണിറ്റി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം, ചൈൽഡ് വർക്കറായിട്ട് വർക്ക് ചെയ്യാം, റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കിയോളജിസ്റ്റ്, BA ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണുള്ളത്? നല്ലൊരു ആർക്കിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ നല്ലൊരു ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്ററായിട്ട് വർക്ക് ചെയ്യാം, ഡൊമസ്റ്റിക് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, റിസർച്ചറായിട്ട് വർക്ക് ചെയ്യാം, R&D സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഇനി ആന്ത്രോപോളജി, BA ആന്ത്രോപോളജി എടുത്ത കുട്ടി, നരവംശാസ്ത്രം പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി, ആ കുട്ടിയുടെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു ആന്ത്രോപോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ നല്ലൊരു ടൂർ ഗൈഡായിട്ട് വർക്ക് ചെയ്യാം, കൾച്ചറൽ റിസോഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, റിസർച്ചറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ അവരുടെ ജോലി സാധ്യതകൾ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. നാലാമതായിക്കൊണ്ട് BA എക്കണോമിക്സ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയെ കാത്തിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു എക്കണോമിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം, സ്റ്റോക്ക് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം, ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ കോസ്റ്റ് എസ്റ്റിമേറ്ററായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ബാങ്കറായിട്ട് വർക്ക് ചെയ്യാം, ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം. ഇനി BA ഹിസ്റ്ററി തിരഞ്ഞെടുത്ത കുട്ടി, ആ കുട്ടിയുടെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു മ്യൂസിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ മ്യൂസിയം ക്യൂറേറ്ററായിട്ട് വർക്ക് ചെയ്യാം, ആർക്കിവിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ആർക്കിവിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ട് വർക്ക് ചെയ്യാം, ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാം, നല്ലൊരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി BA പൊളിറ്റിക്കൽ സയൻസ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി, രാഷ്ട്രമീമാംസ തിരഞ്ഞെടുത്ത കുട്ടി, ആ കുട്ടിയുടെ ജോലി സാധ്യതകൾ നല്ലൊരു പൊളിറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ നല്ലൊരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ആവാം, അതേപോലെ തന്നെ നല്ലൊരു ജേർണലിസ്റ്റ് ആവാം, പോളിസി അനലിസ്റ്റ് ആവാം, അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻ റെപ്പായിട്ട് വർക്ക് ചെയ്യാം, റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യാം, സിവിൽ സർവീസുകൾ കൈകാര്യം ചെയ്യാം. ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഇനി BA ജിയോഗ്രാഫി എടുത്ത കുട്ടികൾ, ആ കുട്ടികളുടെ ജോലി സാധ്യതകൾ നല്ലൊരു ജിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഡെമോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഫോറസ്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം, കാർട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാം, ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ റീജിയണൽ പ്ലാനറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. BA സോഷ്യോളജിസ്റ്റ്, സാമൂഹ്യശാസ്ത്രം പഠിച്ച കുട്ടിയെ കാത്തിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു സോഷ്യോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാം, റീഹാബിലിറ്റേഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ സെൻസസ് വർക്കറായിട്ട് വർക്ക് ചെയ്യാം, അർബൻ പ്ലാനറായിട്ട് വർക്ക് ചെയ്യാം, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, നല്ലൊരു ക്രിമിനോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. ഇത്രയും ജോലികളാണ് അവരെ കാത്തിരിക്കുന്നത്. ഇനി BA ഇംഗ്ലീഷ് പഠിച്ച കുട്ടി, ആ കുട്ടിയെ കാത്തിരിക്കുന്ന ജോലി നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, നല്ലൊരു പ്രൊഫസറായിട്ട്
ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, നല്ലൊരു കണ്ടൻറ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റർ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, ലെക്സിക്കോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാം, ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം, പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ BA മലയാളം പഠിച്ച കുട്ടി, ആ കുട്ടിയെ കാത്തിരിക്കുന്ന ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, ട്രാൻസ്ലേറ്റർ കണ്ടൻറ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം, ന്യൂസ് പേപ്പർ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാം, റിലേഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ നല്ലൊരു ലൈബ്രറി ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. BA പഠിച്ച, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടികളെ കാത്തിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഫൈനാൻഷ്യൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബ്രാൻഡ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നല്ലൊരു ബാങ്കറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി BA ക്രിമിനോളജി എടുത്ത കുട്ടികൾ, ആ കുട്ടികളെ കാത്തിരിക്കുന്ന ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്ററായിട്ട് മാറാൻ പറ്റും, അതേപോലെ തന്നെ നല്ലൊരു സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യാൻ പറ്റും, നല്ലൊരു കൗൺസിലറായിട്ട് ജോലി ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ഫോറൻസിക് സൈക്കോളജിസ്റ്റായിട്ട് മാറാൻ പറ്റും, അതേപോലെ തന്നെ പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ക്രൈം ഡാറ്റ അനലിസ്റ്റായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയും ജോലി സാധ്യതകളാണ് ഇവരെ കാത്തിരിക്കുന്നത്.